പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യാസമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി പ്രെയർ ഗ്രൂപ്പ് എന്ന ഫേസ്ബുക്ക് ലൈവിലൂടെ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ വലിയവനായ ദൈവം അടിയന് അവസരം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ ഈ ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ച, വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ച സിസ്റ്റർ റോസ്ലിൻ സുരേഷ് എന്ന ദേവദാസിയോടുള്ള നന്ദിയെ അറിയിക്കുകയാണ്. ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സന്ധ്യയ്ക്കുള്ള തിരുവചന വേദഭാഗ ചിന്തയിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. അതിനാധാരമായി തിരുവചനത്തിൽ നിന്ന് സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 12 വേദഭാഗവും 16 അധ്യായം അതിൻ്റെ 25 വേദഭാഗവും ഞാനിവിടെ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 14 അധ്യായം അതിൻ്റെ 13 വാക്യവും സദൃശ്യവാക്യം 14 അധ്യായം അതിൻ്റെ 12 വാക്യവും 16 അധ്യായം അതിൻ്റെ 25 വേദഭാഗവും. ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിൻ്റെ അവസാനമോ മരണവഴികളത്രേ. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗം എഴുതിയത് ഇസ്രായേലിന്റെ 3ാമത്തെ രാജാവും ദൈവിക ജ്ഞാനം പ്രാപിച്ചവനുമായ ശലോമോൻ രാജാവാണ് ഈ ഭാഗം എഴുതിയത്. അദ്ദേഹം 3000 സദൃശ്യവാക്യങ്ങളും 1005 ഗീതങ്ങളും എഴുതിയിട്ടുണ്ട്. നമുക്ക് ഏവർക്കും സുപരിചിതമായതുപോലെ ഇസ്രായേലിലെ 2ാമത്തെ രാജാവും ദൈവത്തിന്റെ ഹൃദയപ്രകാരവും എന്ന് ദൈവം അഭിസംബോധന ചെയ്ത മധുരഗായകനായ ദാവീദിന്റെ മകനായ ഈ ശലോമോനാണ് ഈ വേദഭാഗം എഴുതിയത്. ഈ വേദഭാഗത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന്, ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. എന്തിനാണ് ഈ ശലോമോൻ ഈ വേദഭാഗം ഇങ്ങനെ എഴുതിയതെന്ന് ചോദിച്ചാൽ, തന്റെ ജീവിത പശ്ചാത്തലത്തോടനുബന്ധിച്ചാണ് ശലോമോൻ ഈ വേദഭാഗം എഴുതിയത്. തനിക്ക് ജ്ഞാനവും സമ്പത്തും ഒക്കെ ലഭിച്ചപ്പോൾ താൻ ദൈവം അരുതെന്ന് വിലക്കിയ അന്യജാതിക്കാരത്തികളായ സ്ത്രീയെ ഇവൻ വിവാഹം കഴിച്ചു. അങ്ങനെ ദൈവിക പാത വിട്ട് ഇവൻ പുറകോട്ട് പോകുവാനിടയായി തീർന്നു. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ആദ്യ സ്നേഹവും അവസാനത്തെ ആ നിമിഷവും എല്ലാം നമുക്കറിയാം. ഹല്ലേലൂയ. താൻ ഇങ്ങനെയാണ് പറയുന്നത്: എന്റെ കണ്ണിന് വിലക്കാത്ത ഒന്നും, ഹല്ലേലൂയ, എന്റെ കണ്ണിന് വിലക്കാത്ത ഒന്നും ഞാൻ അതിന് തടസ്സമായി നിന്നില്ല എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എന്തൊക്കെ അനുഭവിക്കുവാനുണ്ടോ അതെല്ലാം താൻ അനുഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ വിശദീകരിച്ച് അത് വചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിന് 700 കുലീന പത്നിമാരും 300 വെപ്പാട്ടിമാരും, അതായത് 1000 ഭാര്യമാർ ഈ ശലോമോൻ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കുവാനിടയായി തീർന്നു. ഈ ശലോമോൻ പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ എന്തൊക്കെ സുഖ സൗകര്യങ്ങളുണ്ടോ, ആഡംബരങ്ങളുണ്ടോ, ഈ ലോകത്തിൽ എന്തൊക്കെ ലോകത്തിൽ പ്രാപിക്കുവാൻ കഴിയുന്നുവോ അതെല്ലാം ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീഞ്ഞു കുടിച്ച് മത്തനായി ലോകത്തിലെ ജ്ഞാനം നേടി, ഭാര്യമാരെ നേടി, ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ അനുഭവിച്ചു. ഹല്ലേലൂയ. ഈ ഇതേ ശലോമോൻ സഭാപ്രസംഗിയിൽ എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: ഈ ലോകത്തിൽ എല്ലാം നേടിയിട്ടും എനിക്കൊന്നിനും തൃപ്തിയായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, ശലോമോൻ അവസാന ഭാഗത്തിൽ എഴുതി ചേർത്തത് ഇങ്ങനെയാണ്: ഹല്ലേലൂയ, എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. എന്താണ്? യഹോവയെ ഭയപ്പെടുക. ഇതാണ് എല്ലാ മനുഷ്യർക്കും പ്രധാനമായിട്ടുള്ള ഒരു ഘടകമെന്ന് ശലോമോൻ എഴുതി ചേർത്തു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ എന്തൊക്കെ ആഡംബര സുഖത്തിലൂടെ നടന്നാലും, ഹല്ലേലൂയ, ലോകത്തിൽ എങ്ങനെയൊക്കെ ജീവിച്ചാലും ഒന്നിനും തൃപ്തി വരത്തില്ല. കാരണം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഒരു സമാധാനവും സംതൃപ്തിയും അനുഭവിക്കുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണവഴികളത്രേ. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ പലവിധമാകുന്ന വഴികളുണ്ട്. ഹല്ലേലൂയ. എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് മനുഷ്യൻ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നമ്മുടെ മുമ്പിൽ 2 വഴിയുണ്ട്. യിരെമ്യാവിന്റെ പുസ്തകം ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. 21 അധ്യായം അതിന്റെ 8 വേദഭാഗം:
ഇങ്ങനെ വായിക്കുന്നു, നീ ഈ ജനത്തോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ ജീവന്റെ വഴിയും മരണത്തിന്റെ വഴിയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവാചകൻ പറയാണ്, 2 വഴി ജനത്തിന്റെ മുമ്പ് ദൈവം വെച്ചിട്ടുണ്ട്. 1 ജീവന്റെ വഴിയും, 2 മരണത്തിന്റെ വഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, 2 വഴി നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. 2 വഴിയെ ഒരു മനുഷ്യന് പോകുവാൻ സാധ്യമല്ല. പിന്നെയോ തെരഞ്ഞെടുക്കേണ്ടത് മനുഷ്യനാണ്. ഹല്ലേലൂയ. ഏത് വഴിയെ പോകണമെന്ന് തെരഞ്ഞെടുക്കേണ്ട ദൗത്യം നമുക്കുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ യഹോവയായ ദൈവം മനുഷ്യനെ ഉണ്ടാക്കി ഏദൻ തോട്ടത്തിൽ പാർപ്പിച്ചു. ഹല്ലേലൂയ. സകല സ്വാതന്ത്ര്യവും ദൈവം മനുഷ്യന് നൽകി. ഹല്ലേലൂയ. എന്നിട്ട് ദൈവം പറഞ്ഞു, നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്, തിന്നാൽ തിന്നുന്ന നാളിൽ നീ മരിക്കും. ഹല്ലേലൂയ. ദൈവ അനുഗ്രഹത്തിന്റെ ഒരു വഴിയും കാണിച്ചു കൊടുത്തു, മരണത്തിന്റെ ഒരു വഴിയും ദൈവം അവിടെ കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ, മനുഷ്യ, നീ ഇത് ഭുജിച്ചാൽ നീ മരിച്ചു പോകും. പ്രൈസ് ദി ലോർഡ്. നീ ഇത് കഴിച്ചില്ലെങ്കിലോ ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. ഇതാ ദൈവത്തിന്റെ നിയമം ദൈവം മനുഷ്യന് കൈമാറിയത്. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ ഇതിലെ പോയെന്ന് നിന്നെ നിർബന്ധിക്കത്തില്ല, പിന്നെയോ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കാണ്. ഹല്ലേലൂയ. നീ നല്ലതുപോലെ ആലോചിച്ച് നീ തെരഞ്ഞെടുത്ത് മരണത്തിന്റെ വഴിയാണോ നിനക്ക് വേണ്ടത്, അതോ ജീവന്റെ പാതയാണോ വേണ്ടതെന്ന് നീ തെരഞ്ഞെടുക്കണമെന്ന് ദൈവം അരുളി ചെയ്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിലും ചില പാതകളുണ്ട്, പോകേണ്ടുന്ന വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഏതിലെ പോകണമെന്ന് തീരുമാനിക്കേണ്ട നാം ഓരോരുത്തരുമാണ്. ഹല്ലേലൂയ. ഓരോ ഗൈഡൻസുകൾ, ഹല്ലേലൂയ, ഓരോ ചൂണ്ടുപലകകൾ നമുക്ക് മുമ്പേ കാണിച്ചു തരും. ഈ വഴിയിൽ കൂടെ പോയാൽ നീ നാശത്തിൽ ചെന്ന് വീഴും, ഇതുവഴി പോയാൽ നിനക്ക് നല്ല ഭാവി ഉണ്ടാകും എന്നൊക്കെ ഓരോ ചൂണ്ടുപലകകളും ഓരോ വഴിയിൽ ഓരോ പാതയിലും തെളിയിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതാണ് വിശുദ്ധ വേദപുസ്തകം. കർത്താവ് നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഒരു ഗൈഡ് എന്ന് പറയുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്. നാം എങ്ങോട്ടാണ് പോകേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏതിലൂടെയാണ് നടക്കേണ്ടത്, എന്താണ് തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ള ഹല്ലേലൂയ മുന്നറിയിപ്പുകൾ തരുന്ന ഒരു ഗൈഡ്, ഒരു പുസ്തകമാണ് ദൈവം നമുക്ക് വേണ്ടി കൈമാറിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ പുസ്തകത്തിലുള്ളത് അനുസരിച്ച് നാം മുന്നോട്ട് പോകുകയാണെങ്കിൽ നിശ്ചയമായി നാം മരണത്തിന്റെ പാതയിലേക്കല്ല പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ നാം ജീവന്റെ പാതയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആദാമും ഹവ്വായും ഹല്ലേലൂയ തെരഞ്ഞെടുത്ത വഴി എന്ന് പറഞ്ഞത് ഹല്ലേലൂയ നാശത്തിന്റെ വഴിയായിരുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചില പ്രലോഭനങ്ങളുടെ മുമ്പേ, ചില മോഹത്തിന്റെ ശക്തിയിൽ അവൾ കുടുങ്ങിപ്പോയി. ഹല്ലേലൂയ. പിശാചായവൻ തന്ത്രരൂപേണ മനുഷ്യനെ തെറ്റിച്ചു കളയുവാൻ ആദാം ഹവ്വ ദമ്പതിമാരെ ദൈവിക വാഗ്ദത്തത്തിൽ നിന്ന് അടർത്തി മാറ്റിക്കളയുവാൻ, ജീവന്റെ ആ വഴിയിൽ നിന്ന് മാറ്റിക്കളയുവാൻ, നിത്യ നരകത്തിലെ അല്ലെങ്കിൽ നിത്യ മരണത്തിലേക്ക് പ്രവേശിപ്പിച്ചു കളയുവാൻ മനുഷ്യൻ പിശാച് പരിശ്രമിച്ച് തന്ത്രരൂപേണ നടക്കുമ്പോൾ ഹവ്വായുടെ ഹൃദയത്തിൽ പൈശാചികന്റെ പ്രേരണ, പ്രലോഭനം ഹല്ലേലൂയ അവളെ നന്നായി വശീകരിക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ ജീവിതത്തെ തെറ്റിച്ചു കളയുവാൻ, നമ്മുടെ പാതകളെ ഹല്ലേലൂയ ബ്ലോക്ക് ചെയ്യുവാൻ, അല്ലെങ്കിൽ വഴിതെറ്റിച്ചു കളയുവാൻ ഇന്നും പിശാചായവൻ നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പിശാചിന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കി നമ്മെ മുന്നോട്ടുള്ള വഴിയെ അല്ലെങ്കിൽ നേരായ മാർഗത്തെ നശിപ്പിച്ചു കളയുവാൻ പിശാച് ഇന്നും തന്ത്രരൂപേണ നമ്മുടെ മുമ്പിൽ ഹവ്വായെ തെറ്റിച്ചതുപോലെ പല പ്രലോഭനങ്ങളുമായി, പല ചതിക്കുഴികളുമായി നമ്മുടെ മുമ്പേ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം നാം ഒന്ന് സൂക്ഷ്മ ദൃഷ്ടിയോടെ പരിശോധിച്ച് ദൈവത്തെ ഒന്നുകൂടെ നോക്കി ദൈവത്തിന്റെ ന്യായപ്രമാണത്തിലൂടെയാണോ നാം സഞ്ചരിക്കുന്നത് എന്ന് ഇന്ന് രാത്രികാലം ഈ സന്ധ്യാസമയം നാം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിശ്ചയമായും നാം ഈ ലോകത്തിൽ പട്ടുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിൽ ഹല്ലേലൂയ രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, 2 സഹോദരിമാർ തെരഞ്ഞെടുത്ത 2 പാത.
പ്രൈസ് ദി ലോർഡ്. ഒന്നാമതായി നമുക്ക് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, ആദ്യത്തെ അധ്യായത്തിൽ തന്നെ ആദ്യത്തെ വാക്യങ്ങളിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു, ബത്ലഹേമിൽ, അതായത് അപ്പത്തിന്റെ ഭവനത്തിൽ വസിച്ചതായ ഹല്ലേലൂയ നവോമിയും തന്റെ ഭർത്താവും രണ്ടാൺമക്കളും ഹല്ലേലൂയ ജീവിച്ചു വന്നപ്പോൾ യാദൃച്ഛികമായി ആ ദേശത്ത് ക്ഷാമമുണ്ടായി. അപ്പത്തിന്റെ ഭവനം എന്നതായ ഈ ബത്ലഹേമിൽ ക്ഷാമമുണ്ടായി. ഹല്ലേലൂയ. ക്ഷാമം കാരണം ഇവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. പിടിച്ചു നിൽക്കാതെ ആയപ്പോൾ അവർ ചുറ്റും കണ്ണോടിച്ചു നോക്കിയപ്പോൾ അവർക്ക് കണ്ടതായ കാഴ്ച, അവരെ ഹല്ലേലൂയ ആകർഷിച്ചതായ ഒരു കാഴ്ച എന്തെന്ന് ചോദിച്ചാൽ, മോബാബ് അനുഗ്രഹിക്കപ്പെട്ട പട്ടണം, അല്ലെങ്കിൽ മോബാബ് ഒരു സമ്പൽ സമൃദ്ധിയുള്ള പട്ടണമാണ്. അതുകൊണ്ട് നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലണം. ഹല്ലേലൂയ. ഒരുപക്ഷെ അവിടെ നിന്ന് ഹല്ലേലൂയ വിളികളും കോളുകളും ഹല്ലേലൂയ പ്രലോഭനങ്ങളും ഒക്കെ ഇവരുടെ പിന്നാലെ കടന്നു വന്നിരിക്കണം. ഹല്ലേലൂയ. എന്തായാലും അവരെന്ത് ചെയ്തു? ഈ ദൈവിക സാന്നിധ്യമുള്ള അപ്പത്തിന്റെ ഭവനമായ ബത്ലഹേമിനെ വിട്ടിട്ട് മോബാവിലേക്ക് കടന്നു ചെന്നു. പ്രൈസ് ദി ലോർഡ്. പോകുന്ന വഴിയിൽ ഒരുപക്ഷെ ആ ബത്ലഹേമിൽ കൂട്ടു സഹോദരങ്ങളും വിശ്വാസികളൊക്കെ പറഞ്ഞേക്കാം, ഹല്ലേലൂയ നവോമി, നീ ഇപ്പോൾ കടന്നു ചെല്ലരുത്. ദൈവത്തിന്റെ ആ പ്രവൃത്തി നമുക്ക് നിശ്ചയമായിട്ട് കടന്നു വരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്, ഒന്ന് വെയിറ്റ് എന്നൊക്കെ ഒരുപക്ഷെ സഹോദരങ്ങളും കൂട്ടുവിശ്വാസികളും കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞിരുന്നിരിക്കാം. പക്ഷേ നവോമിക്ക് ഇപ്പോൾ ആവശ്യം ഹല്ലേലൂയ എനിക്ക് സമൃദ്ധിയോടെ ഒന്ന് ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്താണോ വേണ്ടിയത്, എന്താണോ ആവശ്യമായിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്താണോ വീക്ക്നെസ് എന്ന് പിശാച് മനസ്സിലാക്കിയിട്ട് ആ റൂട്ടുകളിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുപോകുവാൻ ഹല്ലേലൂയ പിശാച് പലപ്പോഴും ശ്രമിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ ആ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിന്റെ ആരംഭത്തിൽ യേശു 40 ദിവസം ഉപവസിച്ച് കടന്നു വന്നപ്പോൾ പിശാച് അവന്റെ അടുക്കൽ തന്ത്രരൂപേണ കടന്നു വന്നു. എന്താണ് അവന്റെ വീക്ക്നെസ്? അവനിപ്പോൾ ആവശ്യം എന്താണ്? പിശാച് ഒന്ന് നോക്കിയപ്പോൾ അവന് വിശപ്പാണ്. ഹല്ലേലൂയ. ആഹാരം വെടിഞ്ഞ് 40 ദിവസം ഇരുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ആവശ്യം എന്താണ്? ഹല്ലേലൂയ അപ്പമാണ്. ഇത് മനസ്സിലാക്കിയ പിശാച് എന്ത് ചെയ്തു? യേശുവിന്റെ അടുക്കൽ കടന്നു ചെന്ന്, കർത്താവേ, ഈ കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. കാരണം യേശു കർത്താവിന് പ്രലോഭനമില്ലെങ്കിലും മറ്റുള്ളവരുടെ ഉപദേശമില്ലെങ്കിലും തനിക്ക് വേണമെങ്കിൽ അപ്പം ഹല്ലേലൂയ ഈ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുവാൻ കഴിയും. പക്ഷേ പിശാചിന്റെ പ്രലോഭനം മനസ്സിലാക്കിയ കർത്താവ് അതിനെ തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ധ്യാസമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പല വഴികളും പ്രലോഭനത്തിലൂടെ കടന്നു വന്ന് ഹല്ലേലൂയ പലതും നമ്മെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിന് ഒരു വിടുതലിന് കാരണമായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം പോകുന്നത് ദൈവത്തിന്റെ ന്യായപ്രമാണ വ്യവസ്ഥയിലൂടെ ആണോ എന്ന് ഇന്ന് പകൽക്കാലം നാം പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. രൂത്ത് ഹല്ലേലൂയ നവോമി തന്റെ കുടുംബവുമായി ഹല്ലേലൂയ ഈ മോബാവിലോട്ട് കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. കാരണം ക്ഷാമമാണ്. അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നവോമിയും കുടുംബവും മോബാവിലേക്ക് കടന്നു ചെന്നു. കുറച്ചു നാൾ കഴിഞ്ഞു, സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെന്ന് തോന്നി. പക്ഷെ കുറച്ചു നാളത്തേക്ക് അതുണ്ടായിട്ടുള്ളൂ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തെ കൂടാതെയുള്ള ജീവിതം നമുക്ക് താൽക്കാലികമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. തിരുവചനം പറയുന്നു, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആരെങ്കിലും ദൈവത്തെ വിട്ട് അന്യദേവനെ കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ, അന്യദേവന്റെ അടുക്കൽ കടന്നു ചെല്ലുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ ചില പ്രലോഭനത്തിന്റെ മധ്യേ ഹല്ലേലൂയ മറ്റുള്ള ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണമോ അതിന്റെ നന്മകൾക്ക് പുറകെ നാം പോകുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നാം വീഴാൻ സാധ്യതയുണ്ട്, നാം തകരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും. അതേ പ്രിയമുള്ളവരെ, നേരായി നടക്കുന്നവർക്ക് ഒരു നന്മയും ദൈവം മുടക്കത്തില്ല. ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ. ഈ ബത്ലഹേമിന്റെ ഭവനത്തെ വിട്ട്, ബത്ലഹേം പട്ടണത്തെ വിട്ട് നവോമി കുടുംബവും മോബാവിലേക്ക് കടന്നു ചെന്നു. അവിടെ കടന്നു ചെന്ന് കുറെ നാൾ കഴിഞ്ഞപ്പോൾ തന്റെ ഭർത്താവ് മരിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് അവൾ ആരായാൻ ശ്രമിച്ചില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരീക്ഷാഘട്ടങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്താണെന്ന് നാം ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യത്തില്ല. ഹല്ലേലൂയ. പിന്നെയും നാം ഓരോ ദിവസവും തള്ളി ഉന്തി ഹല്ലേലൂയ ഓരോ ദിവസവും നാം കഴിച്ചു കൂട്ടുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നവോമി പിന്നെയും മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്റെ 2 ആൺമക്കൾ ഹല്ലേലൂയ അവർ എന്ത് ചെയ്തു? ജാതീയ പെൺകുട്ടികളെ ഹല്ലേലൂയ ദൈവം വിലക്ക് കൽപ്പിച്ച
മോബാബിലെ പെൺകുഞ്ഞുങ്ങളെ അവർ വിവാഹം കഴിച്ചു. തിരുവചനം ഇങ്ങനെ പറയുന്നു, മോബാബ് ശപിക്കപ്പെട്ടത്, അതിന്റെ 10ാം തലമുറ വരെ ദേവാലയത്തിൽ പ്രവേശിച്ചുകൂടാ. ദൈവം നിഷേധിച്ചത്, ദൈവം വിലക്കിയത്, ഈ ദൈവത്തെ അറിഞ്ഞ ഈ കുടുംബം അവർ സ്വീകരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ചില നാളുകൾ കഴിഞ്ഞപ്പോൾ അവരുടെ 2 ആൺമക്കളും മരിച്ചുപോയി. ഹല്ലേലൂയ. ഇപ്പോൾ 3 സഹോദരിമാരോട് അടങ്ങുന്ന ഒരു കുടുംബം. ഹല്ലേലൂയ. നവോമി തെരഞ്ഞെടുത്ത പാത, ഹല്ലേലൂയ, നവോമിയെ നീ പോയ പാത നീ തിരിച്ചറിഞ്ഞില്ല. ഹല്ലേലൂയ. അല്പ ദിവസത്തെ സൗഖ്യത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നീ തള്ളിക്കളഞ്ഞത് ബത്ലഹേമിന്റെ ഭവനമെന്ന് നീ അറിഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ 1-ാം അധ്യായം ചില വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ ദൈവം, ഹല്ലേലൂയ, ഇസ്രായേൽ മക്കളെ സന്ദർശിച്ച് അവരുടെ ക്ഷാമത്തിൽ നിന്ന് അവരെ വിടുവിച്ച കാര്യം, ഹല്ലേലൂയ, നവോമിയുടെ ചെവിയിൽ കേട്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എന്നും നമ്മുടെ ക്ഷാമത്തിലോ വേദനയിലോ കഷ്ടതയിലോ പട്ടിണിയിലോ കിടത്തുന്ന ഒരു ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ സാധിക്കും? ഹല്ലേലൂയ. നമ്മുടെ ദൈവം എന്നും നമ്മുടെ കണ്ണുനീര് കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നവനല്ല, നമ്മുടെ പ്രതികൂലത്തെ കണ്ട് കഷ്ടതയെ കണ്ട് മൗനം പാലിക്കുന്ന ദൈവവുമല്ല. ഹല്ലേലൂയ. ചില നാളുകൾ കഴിയുമ്പോൾ നീ അനുഭവിച്ച കണ്ണുനീരിന് ഹല്ലേലൂയ മറുപടി തരുക, നീ അനുഭവിച്ച വേദനയ്ക്ക് പ്രതിഫലം തരുക, നീ നിന്ന ഹല്ലേലൂയ ജീവിതത്തിൽ ഹല്ലേലൂയ കഷ്ടപ്പെട്ട ദിനങ്ങളുടെ പ്രതിഫലം തരുക. എന്റെ ദൈവ സന്ദർശനകരം നീട്ടുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, നമുക്ക് വേണ്ടി സന്ദർശിക്കുവാൻ സന്ദർശനകരം നീട്ടുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവർക്ക് അത് അനുകൂലമായി ദൈവം കരം നീട്ടും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രതികൂലമായി ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന്റെ കൽപ്പനകളെ തിരസ്കരിക്കുന്നവർക്ക് ദൈവത്തിന്റെ കരം, ഹല്ലേലൂയ, അതേ പ്രിയമുള്ളവരെ, പ്രതികൂലമായി സന്ദർശിക്കുന്ന ഒരു ദിവസം വരും. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ ഇസ്രായേൽ ജനം ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ദൈവത്തിന്റെ കരം അവിടെ അനുകൂലമായി സന്ദർശിക്കുവാൻ ഇടയായി തീർന്നു. ഇത് കേട്ട രൂത്തിന് വെറുതെ ഇരിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് അത്രമാത്രം വിഷമമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. അത്രമാത്രം പ്രയാസകരമായ ഒരു അനുഭവമാണ്. തന്റെ 3 പേർ കുടുംബത്തിലുള്ള ഹല്ലേലൂയ ഭർത്താവും 2 ആൺമക്കളും നഷ്ടപ്പെടുക, ഹല്ലേലൂയ വിധവമാരായ 3 സഹോദരിമാർ ഒരു ഭവനത്തിൽ ഇരിക്കുക, ഹല്ലേലൂയ വലിയ ശാപം പിടിച്ച വലിയ കഷ്ടതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നവോമി പറഞ്ഞു, മക്കളെ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, നിങ്ങളുടെ ദേവന്മാരുടെ അടുക്കലും നിങ്ങളുടെ കുടുംബക്കാരുടെ അടുക്കലും പോയി നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. ഓർപ്പ എന്ന് പറയുന്ന മരുമകൾ ഹല്ലേലൂയ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബനം ചെയ്ത് അവൾ തന്റെ ഹല്ലേലൂയ മാതൃ കുടുംബത്തിലേക്ക് അല്ലെങ്കിൽ സഹോദര വർഗത്തിലേക്ക് തിരിഞ്ഞു പോയി. ഹല്ലേലൂയ. രൂത്ത് എന്ന് പറഞ്ഞ മരുമകൾ രൂത്തോ അമ്മാവിയമ്മയോട് പറ്റി നിന്നെന്നാണ് തിരുവചനത്തിൽ പറയുന്നത്. കാരണം നവോമി തെരഞ്ഞെടുത്ത പാത ഹല്ലേലൂയ അത് മരണത്തിലേക്ക് ചെന്ന് അവസാനിച്ചു. മരണത്തിന്റെ പാത തെരഞ്ഞെടുത്തപ്പോൾ അടുത്ത് രൂത്ത് തെരഞ്ഞെടുത്ത പാത ജീവന്റെ പാതയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ജാതീയ ഒരു പെൺകുട്ടി ഹല്ലേലൂയ തെരഞ്ഞെടുത്ത പാത ദൈവിക പാത. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങളെ ഹല്ലേലൂയ പറഞ്ഞ് കേട്ട് കേൾവിയിലുള്ള ആ വിശ്വാസം അവൾ മുറുകെ പിടിച്ചിട്ട് ദൈവത്തിന്റെ വഴിയിലൂടെ അവൾ സഞ്ചരിക്കുവാൻ തീരുമാനിച്ചു. അതിനവൾക്ക് ഹല്ലേലൂയ പിതാവ് ഒരു തടസ്സമല്ലായിരുന്നു, കുടുംബക്കാർ തടസ്സമല്ലായിരുന്നു, ഹല്ലേലൂയ പിതൃ കുടുംബമോ മാതൃ കുടുംബമോ അവരുടെ ചാർച്ചക്കാരോ ബന്ധുക്കളോ ഒന്നും തടസ്സമല്ലായിരുന്നു. അവൾ തെരഞ്ഞെടുത്ത പാത ദൈവവും അവളുമായിട്ടുള്ള ഉടമ്പടി, ഹല്ലേലൂയ, അവളെ കൊണ്ടെത്തിച്ചത് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്തേക്ക്, ജീവന്റെ പാതയിലേക്ക്, ജീവൻ ഹല്ലേലൂയ അനുഭവിക്കുവാൻ അവൾക്ക് സാധിച്ചു. ഹല്ലേലൂയ. തിരുവചനത്തിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ ഒരു സ്ത്രീയുടെ പുസ്തകത്താൽ അവൾ അറിയപ്പെട്ടു. ദൈവത്തിന്റെ ശാപം പ്രാപിച്ച അല്ലെങ്കിൽ ദൈവത്താൽ ശപിക്കപ്പെട്ട ഒരു പട്ടണത്തിലെ പെൺകുട്ടി ദൈവിക പാത തെരഞ്ഞെടുത്തത് കാരണം ദേശത്തിലെ സ്വജാതിക്കാർക്കില്ലാത്ത ഒരു നന്മ, ദേശത്തിലില്ലാത്ത ഒരു നന്മ, കുടുംബക്കാർക്ക്
മറ്റുള്ളവർക്കില്ലാത്ത ഒരു നന്മ ഹല്ലേലൂയ അവളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സന്നിധിയിൽ വേദനയോടെ ഭാരത്തോടിരുന്ന ദൈവിക പാതയെ മാത്രം ലക്ഷ്യം വെച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഹല്ലേലൂയ നിങ്ങൾക്കൊരു പൂർണ്ണ വിടുതലുണ്ട്, പൂർണ്ണ ഒരു ജയമുണ്ട്. ഹല്ലേലൂയ നീ തളർന്നു പോകരുത്. കഷ്ടത നിന്റെ മുന്നിലുണ്ട്. ഹല്ലേലൂയ രൂത്തിനോട് ചോദിച്ചാൽ രൂത്ത് പറയുക, പുറകോട്ട് ഓടിപ്പോകേണ്ട പല സാഹചര്യമുണ്ട്. ഞാനും എൻ്റെ അമ്മാവിയമ്മയും എങ്ങനെ മുന്നോട്ടുള്ള ജീവിതം ഒരിക്കലും ചിന്തിച്ചാൽ അസാധ്യമാണ്. ഹല്ലേലൂയ മുന്നോട്ട് ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ ആഹാരത്തിന് വകയില്ല, ജീവിതത്തിൽ മുന്നോട്ട് പ്രത്യാശിക്കുവാൻ ഒരു വകയില്ല, എങ്ങനെ ഏതെന്ന് അറിയാതവണ്. പക്ഷെ അവൾ ദൈവത്തെ മുറുകെ പിടിച്ചു. അത് കാരണം എന്താ സംഭവിച്ചത്? അവൾ വയലിലേക്ക് ഇറങ്ങിച്ചെന്നു. ഇതുവരെ ഒരുപക്ഷെ വയലിലേക്ക് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ദൈവത്തെ അറിഞ്ഞ നാളുകൾ മുതൽ അവളുടെ ജീവിതത്തിൽ കഷ്ടതയുടെ കഠിന ശോധന അവളെ തേടി വന്നു. എന്നിട്ടും അവിടെ പതറിയില്ല. അവൾ ഹല്ലേലൂയ പകലന്തിയോളം ഹല്ലേലൂയ അവൾ അധ്വാനിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ കുറെ നെൽമണികൾ പെറുക്കിയെടുക്കുവാൻ തുടങ്ങി, കിഴികെട്ടി ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി. അവൾ മുഖാന്തരം സ്റ്റെപ്പായിട്ട് ആ ഭവനത്തിൽ ഒരു നന്മ ഉണ്ടാകുവാൻ തുടങ്ങി. ഹല്ലേലൂയ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പിറക്കി കൊടുത്തവൾ, ഹല്ലേലൂയ നുള്ളി പിറക്കി വീട്ടിൽ കൊണ്ടുവന്നവൾ ഇവൾ ഇപ്പോൾ അളന്നു കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരുപക്ഷെ ഈ ക്രിസ്തീയ മേഖലയിൽ അല്ലെങ്കിൽ ദൈവത്തെ പിൻപറ്റി ഇറങ്ങിയ നിനക്ക് ഹല്ലേലൂയ താങ്കൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ ഹല്ലേലൂയ കോരി കുടിക്കുവാൻ ഹല്ലേലൂയ വാരിക്കഴിക്കുവാൻ ആഹാരമില്ലായിരിക്കും, ഒരുപക്ഷെ കോരി കുടിക്കുവാൻ കഞ്ഞിയെ കാണത്തുള്ളൂ. എന്നാൽ ഇന്ന് പകൽക്കാലം പിറുപിറുപ്പില്ലാതെ ഈ സാഹചര്യത്തിൽ നീ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ അനേകർക്ക് നീയോ മുഖാന്തരം ഒരു അനുഗ്രഹമാക്കി തീർക്കുവാനിടയായി തീരും. ഹല്ലേലൂയ ഇസ്രായേൽ ഗൃഹത്തെ പണിത പേരിന്റെ കൂട്ടത്തിൽ ഹല്ലേലൂയ രൂത്തിന്റെ പേര് ഹല്ലേലൂയ അല്ലെങ്കിൽ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ഒരു പദവി കർത്താവിന്റെ വംശാവലി പട്ടികയിൽ പോലും പേരിന് ഇടം പിടിക്കത്തക്ക രീതിയിൽ അവളെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ പോകുന്ന പാത കർത്താവിന്റെ വഴിയിലാണെങ്കിൽ ഇന്ന് രാത്രികാല കല്ലുകളോ മുള്ളുകളോ പ്രശ്നങ്ങളോ കടഭാരങ്ങളോ രോഗങ്ങളോ കഷ്ടങ്ങളോ നിന്നെ തളർത്തിക്കളയുവാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം നീ അതിലൊന്ന് വീണു പോകാതെ ക്രിസ്തുവിനെ നോക്കി പോകുകയാണെങ്കിൽ, ക്രിസ്തുവിനെ നോക്കി യാത്ര ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഹല്ലേലൂയ നിന്റെ ജീവിതത്തിൽ വലിയൊരു വിടുതലും അനുഗ്രഹവും നിന്റെ മുന്നിലുള്ള വാഗ്ദത്തവും നിനക്ക് പ്രാപിക്കാൻ കഴിയുമെന്ന് ഇന്ന് പൽക്കാലം നാം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ ചില വഴികൾ തുറന്നു വെച്ചിരിക്കും. ഹല്ലേലൂയ നീ ഹല്ലേലൂയ പോകേണ്ടുന്ന പാതയിലൂടെ പോകാവൂ. ഹല്ലേലൂയ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് വല്ലാത്തൊരു കാലഘട്ടമാണ്. ഹല്ലേലൂയ ഇന്റർനെറ്റിന്റെയും ഹല്ലേലൂയ മൊബൈൽ ഫോണിന്റെയും ഉപയോഗം മുഖാന്തരം പല ഭവനങ്ങളും പല കുടുംബങ്ങളും ചിന്നിച്ചിതറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്കിടെ മുമ്പിൽ കാണുവാൻ കഴിയുന്നത്. അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ കുടുംബസ്ഥരായവർ പോലും ഹല്ലേലൂയ ഇതിന്റെ പിന്നാലെ കടന്നു ചെന്നത് കാരണം കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു. ഹല്ലേലൂയ അനേകർ ആത്മഹത്യയിലൂടെ കടന്നുപോയി. എന്നാൽ ഇന്ന് വൈകിയ വേളയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ നാം യൂസ് ചെയ്യേണ്ടതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ദൈവിക ഹിതപ്രകാരം മുന്നോട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ നാം നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ നമുക്ക് ഏത് വിധേന ഈ മൊബൈൽ ഉപയോഗിക്കാം, ഒന്നുകിൽ നല്ലതിന് അല്ലെങ്കിൽ ചീത്ത കാര്യത്തിന്. ഹല്ലേലൂയ എന്തിനു ഉപയോഗിക്കാം. ആരും ഹല്ലേലൂയ നീ രഹസ്യമായി ചെയ്യുന്നത് ആരും നിന്നെ വിലക്കാൻ വരത്തില്ല. നിനക്കത് ചെയ്യരുതെന്ന് ഒരുപക്ഷെ നിന്നെ നിയന്ത്രിക്കാൻ ആരും കാണത്തില്ല. നീ ഇരുട്ടിന്റെ മറവിലും ഒറ്റയ്ക്കിരുന്ന് ഹല്ലേലൂയ ദൈവഹിതമില്ലാത്ത പല വഴികളിലും ചാറ്റിങ്ങിലൂടെയും പല പ്രവർത്തികളിലൂടെയൊക്കെ നീ മുന്നോട്ട് പോകുമ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ പോകുന്ന പാത മരണത്തിലേക്കാണെന്ന് നീ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല മുന്നറിയിപ്പുകളും നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നീ കാലുകൊണ്ട് ചവിട്ടി മാറ്റപ്പെടുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാ നിന്നോട് വിളിച്ചു പറയുന്നു, നീ മടങ്ങി വാ. ഹല്ലേലൂയ. ഒരു ജീവിതമേ നമുക്കുള്ളൂ. ഈ ജീവിതം ഈ ലോകത്തിൽ നശിപ്പിച്ച് കളയുവാനുള്ളതല്ല. ഹല്ലേലൂയ നേരായ വഴിയിലൂടെ കടന്നു ചെന്ന് ആ നിത്യതയുടെ അല്ലെങ്കിൽ സ്വർഗീയ ഭവനത്തിൽ എത്തുവോളം നാം എത്രയും ശ്രേഷ്ഠതയോട് അല്ലെങ്കിൽ എത്രയും നമ്മുടെ ജീവിതത്തെ ഭവ്യതയോടും പരിശുദ്ധിയോടും വിശുദ്ധിയോടും കൂടെ മാത്രം ഹല്ലേലൂയ നാം മുന്നോട്ട് സൂക്ഷിച്ച് കാൽച്ചുവടുകൾ വെക്കുകയാണെങ്കിൽ നിശ്ചയമായ ലോകത്തിൽ നാം പട്ടുപോകത്തില്ല. ഹല്ലേലൂയ. അനേക അമ്മമാരുടെയും പിതാക്കന്മാരുടെയും കണ്ണുനീരിങ്ങനെയാണ്, എന്റെ തലമുറ നശിച്ചു പോകുക, എന്റെ തലമുറ വഴിതെറ്റിപ്പോയി. ഹല്ലേലൂയ ഇനി ഒരു മടങ്ങി വരവില്ല, ഇനി നശിച്ചു പോയി ആർക്കാണ് അവരെ രക്ഷിക്കുവാൻ കഴിയുന്നത്? ഹല്ലേലൂയ ഭാരത്തോടെ നിരാശയോടെ വേദനയോടെ ഹല്ലേലൂയ വചനങ്ങൾ
കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പൽക്കാലം നീ ദൈവസനി കരയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ദൈവപാദപീഠത്തിൽ കരയുന്നുവെങ്കിൽ, നീ ദൈവത്തിന്റെ ഹല്ലേലൂയ വഴിയിലൂടെ, നേരായ പാതയിലൂടെ നടക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഈ സമയം ദൈവാത്മാവ് നിന്നോട് വിളിച്ചു പറയുന്നു, നിന്റെ കണ്ണുനീരിന് പ്രതിഫലമുണ്ട് നിശ്ചയം. നിന്റെ തലമുറ നശിച്ചു പോകത്തില്ല. ഹല്ലേലൂയ, ശത്രുവായവൻ തള്ളിയിടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പലപ്പോഴും തള്ളിക്കളയുവാൻ, ലോകത്ത് നശിപ്പിച്ചു കളയുവാൻ, ഹല്ലേലൂയ, നശിപ്പിച്ചു കളയുവാൻ നോക്കുന്നുണ്ടെങ്കിലും ദൈവം അതിന് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. ഹല്ലേലൂയ, നാം നമ്മുടെ പാതകളെ ഇന്ന് പകൽക്കാലം നാം സൂക്ഷിച്ചു നോക്കണം. തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനമോ മരണ വഴികളത്രേ. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ ഒരുപാട് പേർ ഹല്ലേലൂയ ദൈവിക പാതയിലൂടെ നടന്ന അനുഗ്രഹം പ്രാപിച്ചതായി കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, യേശു കർത്താവിന്റെ ഹല്ലേലൂയ കൂടെ നടന്ന ശിഷ്യന്മാരിൽ ഹല്ലേലൂയ ഒരാളായിരുന്നു യൂദാ ഇസ്കരിയോത്ത്. ഹല്ലേലൂയ, താൻ യേശുവിനോട് കൂടെ നടക്കുകയും തന്റെ അത്ഭുതങ്ങളെ കാണുകയും ഹല്ലേലൂയ അനേകർക്ക് ഹല്ലേലൂയ ദൈവത്തിലുള്ള വിശ്വാസം പകർന്നു കൊടുക്കുകയൊക്കെ ചെയ്ത യൂദാ ഇസ്കരിയോത്ത് ഒരിക്കൽ ഹല്ലേലൂയ പൈശാചികന്റെ പ്രേരണയാൽ ഹല്ലേലൂയ ദ്രവ്യാഗ്രഹം മൂത്തിട്ട് അവൻ പണത്തിന് വില കൽപ്പിച്ചുകൊണ്ട് അവൻ പോയതായ പാതയെ മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ, ലക്ഷ്യബോധം അവനിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെട്ടു. അവൻ പോയതായ പാതയിൽ നിന്ന് അവൻ വ്യതിചലിച്ചു. ഹല്ലേലൂയ, പിശാചിന്റെ പ്രലോഭനത്താൽ അവൻ യേശു കർത്താവിനെ ഒറ്റിക്കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, അവന് കിട്ടിയ സമ്പത്ത് അവന് ഉപകരിച്ചോ? ഹല്ലേലൂയ, ഇന്ന് പൽക്കാലം നാം ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ദൈവത്തെ കൂടാതെയുള്ള യാതൊന്നും നമുക്ക് നിലനിൽക്കുന്നതേ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഒരുപക്ഷെ യൂദയ്ക്ക് അല്പനേരം സന്തോഷം കിട്ടിക്കാണ്. എന്റെ ഗുരുനാഥനെ ഒറ്റിക്കൊടുത്തിയപ്പോൾ എനിക്ക് ഇത്രയും പണം കിട്ടി, ഇതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അവൻ ആഗ്രഹിച്ചിട്ടുണ്ടാകണം. പക്ഷേ ഹല്ലേലൂയ അവൻ അത് അനുഭവിക്കുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയ, ആ പണം വാരി എറിഞ്ഞിട്ട് അവൻ ഹല്ലേലൂയ ആത്മഹത്യ ചെയ്യുവാനിടയെത്തുന്നു. അതേസമയം ഹല്ലേലൂയ തെരഞ്ഞെടുത്ത പാത മരണപാതയായിരുന്നു. എന്നാൽ അതുപോലെ പത്രോസ് ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഹല്ലേലൂയ, അതുപോലെ ദൈവത്തോട് കൂടെ നടന്നവന്, ഹല്ലേലൂയ ദൈവത്താലുള്ള അനുഗ്രഹം പ്രാപിച്ചവന്, കർത്താവിന്റെ ശുശ്രൂഷകൾ പങ്കാളികളായി തീർന്ന ഹല്ലേലൂയ പത്രോസ് ഹല്ലേലൂയ ദൈവത്തെ തള്ളിപ്പറഞ്ഞു. അത് മനസ്സിലാക്കിയിട്ട് അവൻ പോയ പാത ഹല്ലേലൂയ പിശാചിന്റെ പ്രേരണ മനസ്സിലാക്കിയിട്ട് അവൻ ഹല്ലേലൂയ വഴി എവിടെയാണ് തെറ്റിപ്പോയെന്ന് ഓർത്തിട്ട് അവൻ അവിടെ മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് നിലവിളിക്കുവാനിടയെ തീർന്നു. യൂദയ്ക്ക് ഹല്ലേലൂയ സമയമുണ്ടായിരുന്നു മടങ്ങി വരുവാൻ. ഹല്ലേലൂയ, പക്ഷേ അവൻ മടങ്ങി വന്നില്ല. അതുകൊണ്ട് അവൻ മരണത്തെ പുൽകുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഹല്ലേലൂയ പത്രോസ് മടങ്ങി വന്ന് അനുതപിച്ചു. ദൈവം അവനെ ഉപയോഗിക്കുവാൻ തുടങ്ങി, അവനെ അനുഗ്രഹിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ദൈവത്തെ കൂടാതെയുള്ള യാത്ര നമ്മളിൽ ഉണ്ടെങ്കിൽ, സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ ദൈവിക പാത വിട്ട് വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് രാത്രികാലം മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, അതേ പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ മരണത്തിന്റെ വഴിയും ജീവന്റെ വഴിയും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, നമുക്കറിയാം യേശു കർത്താവ് ഒരിക്കൽ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ യേശു ഒരിക്കൽ ഇപ്രകാരം ഒരു ഉപമയിലൂടെ പറഞ്ഞു കൊടുക്കുവാനിടയെ തീർന്നു. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ അപ്പനോട്, അപ്പാ എനിക്ക് തരാനുള്ള സ്വത്തൊക്കെ ഇങ്ങോട്ട് താ, ഞാൻ എന്റെ ഹല്ലേലൂയ ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, അപ്പൻ ഹല്ലേലൂയ അവന് കൊടുത്തു. ഹല്ലേലൂയ, പക്ഷെ ഇതുമായിട്ട് അവൻ ചെയ്തത്, അവൻ യാത്ര പോയ പോക്കെന്ന് പറഞ്ഞ മരണത്തിലേക്കുള്ള യാത്രയാ തെരഞ്ഞെടുത്തത്. അവന്റെ പാത ശരിയല്ലായിരുന്നു. അവൻ തെരഞ്ഞെടുത്തത് അവനെ നശിപ്പിക്കുന്ന ഒരു വഴിയായിരുന്നു. ഹല്ലേലൂയ, എന്നാൽ അവൻ കടന്നു ചെന്നു, അവന് സുഹൃത്തുക്കൾ കിട്ടി, അവൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു കാണും, ഒരു പക്ഷേ ഹല്ലേലൂയ എന്റെ അപ്പന്റെ ഭവനത്തിൽ ഇരുന്നപ്പോൾ ഇത്രമാത്രം ഒരു സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല, എനിക്ക് സുഹൃത്ത് ബന്ധമുണ്ട്, എനിക്കിനി ആരെയും ഭയപ്പെടേണ്ട എന്നുള്ള തോന്നലുകളൊക്കെ അവനെ ഭരിച്ചിരുന്നിരിക്കാം. പക്ഷെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഈ ബന്ധമെല്ലാം നഷ്ടപ്പെട്ടു, അവന്റെ കയ്യിലെ പണം നഷ്ടപ്പെട്ടു. അവന്റെ ശരീരം അങ്ങോട്ട് ഉണങ്ങുവാൻ തുടങ്ങി, ശോഷിച്ച് അവശനായി, അവന് വിശക്കുവാൻ തുടങ്ങി, ആഹാരമില്ല. ഹല്ലേലൂയ, അവൻ അവിടെ കിടന്ന് നരകിച്ചു ജീവിക്കുകയാണ്. അവൻ ജോലി അന്വേഷിച്ചു കിട്ടിയില്ല. അവസാനം പന്നി മേയ്ക്കുവാനുള്ള ജോലി അവൻ ഹല്ലേലൂയ അത് നേടുവാനിടയെ തീർന്നു. എന്നിട്ട് അതിന് കൊടുക്കുന്ന ആ വാളവിര വാരിക്കഴിക്കുവാനിടയെ തീർന്നു. എന്നിട്ടും വിശപ്പടങ്ങിയില്ല. ഹല്ലേലൂയ, ആർത്തി മൂത്ത് ഹല്ലേലൂയ പലതും ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ യജമാനൻ കണ്ടുപിടിച്ച് അവനെ തള്ളിക്കളയുവാനിടയെ തീർന്നു. അവിടെ വെച്ച് ആ പന്നിക്കൂട്ടിൽ വെച്ച് അവൻ തന്റെ പിതാവിന്റെ വീട്ടിലുള്ള അനുഭവത്തെ ഓർത്തു. ഹല്ലേലൂയ, അവനെ മടങ്ങി വരാതിരിക്കാമായിരുന്നു.
വരുമായിരുന്നു, അതോടെ അവന്റെ ജീവിതം നശിക്കുമായിരുന്നു, മരിക്കുമായിരുന്നു, അവൻ മരിച്ചു പോകുമായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് അവൻ ചിന്തിക്കുവാനിടയായി തീർന്നു, എൻ്റെ അപ്പന്റെ ഭവനത്തിൽ എത്ര കൂലിക്കാർ ആഹാരം കഴിച്ച് വേസ്റ്റ് കളയുന്നു, എന്നാലോ എനിക്കൊരു വേസ്റ്റ് പോലും കിട്ടാതെ ആഹാരമില്ലാതെ ഞാൻ ഭാരപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ല്. ഞാൻ അപ്പനോട് പറയാം, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി നിന്റെ മകനെന്ന് വിളിപ്പാൻ ഞാൻ യോഗ്യനല്ല. കൂലിക്കാരിൽ ഒരുത്തനെ പോലെ. അവൻ അത്രമാത്രം നശിച്ചു. അത്രമാത്രം വേദനിച്ചു, അത്രമാത്രം നിരാശപ്പെട്ടു. ഇനി യോഗ്യതയില്ല അവന്. എല്ലാം നശിപ്പിച്ചവനാണ്. പക്ഷേ സ്നേഹവാനായ പിതാവ് അവനെ ചേർത്ത് കൊണ്ടിട്ട് അവനെ അങ്ങോട്ട് പുത്രത്വം നൽകി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ അല്ലേ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും റൂട്ട് മാറിപ്പോയിട്ട്, കർത്താവിന്റെ സന്നിധി വിട്ട് മാറിപ്പോയിട്ട്, പിന്നെയും ദൈവത്തിന്റെ സന്നി മടങ്ങി വന്ന എന്നെ നിങ്ങളെ ദൈവം ചേർത്തില്ലേ? എത്രയോ പ്രാവശ്യം നശിച്ചു പോകേണ്ടവരായിരുന്നു, എത്രയോ പ്രാവശ്യം ശത്രു നമ്മെ ലോകത്ത് നിന്ന് മാറ്റിക്കളയേണ്ടവരായിരുന്നു. പക്ഷേ ആ കർത്താവിന്റെ കരുണ, കർത്താവിന്റെ കൃപ, ആ മനസ്സലിവ് നമ്മോട് ഉണ്ടായിരുന്നത് കൊണ്ട് നാം ഇന്ന് ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. അതേ പ്രിയമുള്ളവരെ, മാനസാന്തരപ്പെട്ട് ദിനംതോറും മാനസാന്തരപ്പെട്ട് കണ്ണുനീരോടെ ദൈവസന്നി മടങ്ങി വരുമെങ്കിൽ നശിക്കുമെന്ന് ലോകം വിധി എഴുതിയ അതേ സ്ഥാനത്ത് നീ തീർന്നു, നിന്റെ ജീവിതം ഇനി ഇല്ല എന്ന് പറയുന്നവരുടെ സ്ഥാനത്ത് ദൈവം നിന്നെ ആരോഗ്യത്തോടെ നന്മയോടെ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ തല ഉയർത്തി നിന്നെ നിർത്തുവാനിടയെ തീരും. സങ്കീർത്തനക്കാരൻ 3-ാം അധ്യായത്തിൽ ഇപ്രകാരം സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാനോ നിനക്ക് ചുറ്റും പരിചയം, നിന്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ തല ഉയർത്തുക ദൈവശക്തനാണ്. ശത്രുവിന്റെ പദ്ധതി ഇതാണ്, നമ്മെ ലോകത്ത് നശിപ്പിച്ച് കളയണം, നാശത്തിന്റെ പാതയിലോട്ട് നമ്മെ തള്ളിവിടണം. ഇതാണ് ശത്രുവിന്റെ പദ്ധതി. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മെ ദൈവം അതിന് വിട്ടുകൊടുക്കത്തില്ല. ഇന്ന് ഈ സമയം ഈ വചനത്തിന്റെ മുമ്പാകെ ആര് മുട്ടുമടക്കുമോ കർത്താവെന്ന് പോൽക്കാലം താങ്കളെ പണിയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുന്നറിയിപ്പുകളെ നാം ഒരിക്കലും അവഗണിക്കരുത്. അതിലെ പോകരുത്, ഇതിലെ പോ എന്ന് പറഞ്ഞാൽ ഇതുവഴി തന്നെ പോകണം. പ്രവാചകൻ യെശയ്യാവോ തോന്നുന്നു, പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, നിന്റെ പുറകെ നിന്ന് ഒരു ഇമ്പശബ്ദം കേൾക്കും, മകനെ ഇതല്ല വഴി, ഇതിലേ പൊയ്ക്കൊള്ളുക. ആ ശബ്ദം കേട്ടിട്ട് നീ വ്യതിചലിച്ചാൽ നീ നാശത്തിലേക്ക് വീഴപ്പെടും. അല്ല, കർത്താവിന്റെ വാക്ക് കേട്ട് നീ മുന്നോട്ട് കടന്നു ചെല്ലുകയാണെങ്കിൽ നീ ഒരിക്കലും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ പ്രിയമുള്ളവര്, നമ്മുടെ മുമ്പിൽ മുന്നറിയിപ്പുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. പല പ്രശ്നങ്ങളിലൂടെ, പല കഷ്ടതയും പ്രതികൂലമൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചു. പല മുന്നറിയിപ്പുകളും തട്ടിത്തെറിപ്പിച്ച് മുന്നോട്ട് പോയവരാണ്. അങ്ങനെ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നവർ ഒരിക്കലും നല്ല പാതയിൽ, നല്ല ശുഭ തുറമുഖത്തെ എത്തിച്ചേരുവാൻ സാധ്യമേ അല്ല. 1912 ഏപ്രിൽ 10 ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലോട്ട് 2236 യാത്രക്കാരെ കൊണ്ട് ടൈറ്റാനിക് എന്ന് പറയുന്ന വലിയ ആഡംബര കപ്പൽ യാത്ര തിരിച്ചു. നമുക്കറിയാം, ലോകത്തിൽ ഏറ്റവും ആഡംബര കപ്പൽ എന്ന് വിശേഷിപ്പിച്ചതായ ടൈറ്റാനിക് കപ്പൽ. ഇതിൽ ഇത്രയും ആൾക്കാരെ വഹിച്ചുകൊണ്ട് ഈ കപ്പൽ മുന്നോട്ട് പോയതാണ്. ഏപ്രിൽ 14 വൈറൽലെസ് സന്ദേശം ക്യാപ്റ്റൻ സ്മിത്തിന് ഇപ്രകാരം ലഭിക്കുവാനിടയായി തീർന്നു. ഇതിന്റെ ഗതി തിരിച്ചു വിടുക, വലിയൊരു മഞ്ഞുമല വരുന്നുണ്ട്, മുന്നിൽ ഒരു വലിയൊരു അപകടം വരുന്നുണ്ട്, ഗതി തിരിച്ചു വിടുക, നീ പോകുന്ന പാത ശരിയല്ല, റൂട്ട് മാറ്റുക എന്ന് വൈറൽലെസ് സന്ദേശം ലഭിച്ചിട്ട് ക്യാപ്റ്റൻ സ്മിത്ത് ഇപ്രകാരം പറഞ്ഞു. മഞ്ഞുമലയ്ക്കല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വന്നാൽ പോലും ഈ കപ്പലിനെ തകർക്കാൻ സാധ്യമല്ല. മുന്നറിയിപ്പുകളെ അവഗണിച്ചുകൊണ്ട് ആ കപ്പൽ മുന്നോട്ടേക്ക് പാഞ്ഞു. അതിന്റെ അവസാനം നമുക്ക് എല്ലാവർക്കും അറിയാം. മഞ്ഞുമല ഇടിച്ചു, മഞ്ഞുമലയിൽ തട്ടി ആ കപ്പൽ രണ്ടായി കീറി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ തകർന്ന് വീണതായി കാണുവാൻ സാധിക്കുന്നു. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറയുന്ന കാര്യാദികളെ നാം ഒരിക്കലും തള്ളിക്കളയരുത്. കേൾക്കുന്ന ദൈവവചനങ്ങളെ നാം അവഗണിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുന്നോട്ടുള്ള പാത, നാം പോകുന്ന പാത ശരിയാണോ എന്ന് ഇന്ന് പൽക്കാലം ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശലോമോനെ പോലെ എല്ലാ ജീവിതം നശിച്ച് വാർദ്ധക്യത്തിലായപ്പോൾ പറയാണ്, ഹല്ലേലൂയ, എല്ലാം മായ മായ മായ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ നാളുകളിലൂടെ നടന്നില്ലേ, അതെല്ലാം മായയാണ്. ഹല്ലേലൂയ. സൂര്യന് കീഴെ നടക്കുന്ന എല്ലാം മായ. ഹല്ലേലൂയ.
നീ വീഞ്ഞു കുടിച്ച് മത്തനായാല്, ഹല്ലേലൂയ, എത്ര ഉന്നത വിദ്യാഭ്യാസം നേടിയാല്, ജോലി നേടിയാല്, കുടുംബ മഹിമ നേടിയാല്, നിനക്ക് എന്തൊക്കെ ഉണ്ടായാലും ഹല്ലേലൂയ, അതെല്ലാം മായ. പിന്നെയോ ദൈവത്തിന്റെ പാതയിലേക്ക് മടങ്ങി വരിക. ഇതാ ദൈവം താങ്കളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവവചനവും അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ വിശുദ്ധ വചനം കേട്ടതുപോലെ എന്റെ പാത ശരിയാണോ? ഞാൻ പോകുന്ന പാത ശരിയാണോ? കർത്താവിന്റെ വചനം അനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമാണോ നാം ജീവിക്കുന്നത്? ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്ന് ശോധന ചെയ്യാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ വചനത്തോട് ചേർന്ന് നാം രൂത്തിനെ പോലെ ഹല്ലേലൂയ ജീവന്റെ വഴി തിരഞ്ഞെടുക്കുന്നുവോ, അതോ നവോമിയുടെ തെരഞ്ഞെടുപ്പ് പോലെ നാശത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നുവോ? ഹല്ലേലൂയ, നമ്മെ ഒന്ന് ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ, പലപ്പോഴും ഹല്ലേലൂയ ഒരു ഭവനത്തിന് വേണ്ടി, ഒരു ജോലിക്ക് വേണ്ടി, ഒരു വീടിന് വേണ്ടിയൊക്കെ പലപ്പോഴും നാം ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം തെരഞ്ഞെടുത്ത പാതയിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവരാണ്. പ്രിയമുള്ളവരെ, ഒന്ന് കണ്ണുനീരോടെ മടങ്ങി വരാൻ മനസ്സുണ്ടോ? ഇന്ന് പകൽക്കാല ദൈവം നിശ്ചയമായിട്ട് താങ്കളെ നിത്യ തുറമുഖത്ത് എത്തിക്കുവാൻ പോകുകയാണ്. ഈ നിമിഷം ഈ വചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് കേട്ടതായ വചനം ഒന്നുകൂടെ നമ്മളൊന്ന് അയവിറക്കിയാട്ടെ. ഹല്ലേലൂയ, കർത്താവേ, ഹല്ലേലൂയ. ചിലപ്പോൾ തോന്നുന്ന വഴി മനുഷ്യനെ ഹല്ലേലൂയ മരണത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ജീവന്റെ വഴിയെ തെരഞ്ഞെടുക്കുവാനുള്ള ഒരു ജ്ഞാനവും ബുദ്ധിയും കൃപയും എനിക്ക് തരണമേ. ലോകത്തിൽ എന്തൊക്കെ പ്രലോഭനം വന്നാലും, ഏതൊക്കെ മേഖലയിലുള്ള ഉയർച്ചയും നന്മകളും എൻ്റെ ജീവിതത്തിൽ വന്നാൽ കർത്താവിനെ വിട്ടുപോകുവാൻ ഇടവരരുതേ. ഇന്ന് പൽക്കാലം ആരെന്നോടൊപ്പം പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്നേഹത്തിൽ തന്നെ ആയിരിക്കാം, നിന്റെ ചിറകിന്റെ മറവിൽ തന്നെ ആയിരിക്കാം. നിന്നെ മുറുകെ പിടിക്കുവാൻ ഒരു കൃപ എനിക്ക് തരുമാറാണമേ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുവാൻ ആർക്ക് കഴിയും? അതേ, ഹല്ലേലൂയ. കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ എന്ത് തന്നെയായിരുന്നാലും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ കഴിയത്തില്ല. അതേ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുക്കാമോ? കർത്താവിന്റെ ജീവിതത്തിൽ എന്തൊക്കെ നന്മ വന്നാലും, എന്തൊക്കെ പ്രതികൂലങ്ങൾ വന്നാലും ഞാൻ ഈ ക്രിസ്തുവിന്റെ പാത വിട്ട് മാറത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഇന്ന് ഈ സന്ധ്യാസമയത്ത് നൽകപ്പെട്ട നല്ല തിരുവചന വേദഭാഗത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട എല്ലാവരും അനുഗ്രഹിക്കുമാറണമേ. എല്ലാവരുടെ മേലും വചനത്തിന്റെ ശക്തി വെളിപ്പെടുമാറണമേ. ഒരു ശത്രു ആരെയും ദൃഷ്ടി വയ്ക്കാൻ അനുവദിക്കരുത് കർത്താവേ. ജീവിതമാർഗം തകർന്ന് ഹല്ലേലൂയ ജീവിതത്തിൽ ക്ഷാമത്തിന് തുല്യമായി കടഭാരങ്ങളും കഷ്ടതകളും രോഗങ്ങളും കർത്താവെ തകർച്ചകളും ഞങ്ങളെ വല്ലാതെ കർത്താവെ മുറുക്കിയിരിക്കുമ്പോൾ മുന്നോട്ട് എങ്ങനെ പോകണം, മുന്നോട്ടുള്ള പാത ഏതെന്നറിയാതെ കർത്താവെ വഴിത്ത് ഹല്ലേലൂയ കാണുവാൻ കഴിയാതിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം കേട്ടതായ വചനത്തിന് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയുടെ പാതയെ നടക്കുവാൻ കഷ്ടത വന്നാലും പ്രതികൂലങ്ങൾ വന്നാലും തരണം ചെയ്യുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരുമാറണമേ. കർത്താവേ, നിന്റെ സന്നിധി വിട്ടുപോകുവാൻ അനുവദിക്കരുത്. നിന്റെ ശക്തി ഞങ്ങൾക്ക് വേണം പപ്പ. എത്ര പേർ ദൈവസന്നിധി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഓ റീബല ഹത്തുരഘടക ശംബലാജല ഹതുരഘടക ജീരബ അംധുരേ റീഖബാറ ബലബല ബശബറഗതിരഘടക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നു. കേൾക്കുന്നവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. താവേ, ചില വഴികളെ തെറ്റിപ്പിച്ച് കുടുംബങ്ങളെ ചിന്നാഭിന്നമാക്കി കളഞ്ഞ് തലമുറകളെ കർത്താവ് ദൈവസന്നിധിയിൽ അകറ്റിക്കളയുന്ന എല്ലാ പൈശാചിക പ്രലോഭനങ്ങളെയും ഇന്ന് രാത്രികാലം ഞങ്ങൾ ശാസിച്ച് ജയമെടുക്കുകയാണ് കർത്താവേ. എല്ലാവരുടെ മേലും ഒരു അനുഗ്രഹം പകരുമാറണമേ, സന്തോഷവും സമാധാനം പകരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കുമാറണമേ. കർത്താവെ, ആ സിസ്റ്ററും കുടുംബത്തെ അനുഗ്രഹിക്കുമാറണമേ. ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി നാളുകൾ ഉപയോഗിക്കുമാറണമേ. ഇതിലൂടെ കേൾക്കുന്ന മെസ്സേജ് മുഖാന്തരം അനേകം രക്ഷിക്കപ്പെടുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടവരിൽ ഒരു പേർ പ്രത്യേക ഒരു ദൈവകൃപ പകരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അടിയനെ മുറ്റുമായി സമർപ്പിക്കുന്നു. അല്പസമയം ദൈവത്തിന്റെ വചനം കർത്താവ് പറയുവാൻ അടിയനെ ഉപയോഗിച്ചുവല്ലോ, നന്ദി കർത്താവെ. പിന്നെയും അടിയനെ ഉപയോഗിക്കുമാറാണമേ. അടിയനെ ഒന്നുമല്ല കർത്താവെ. കർത്താവെ, വചനം കേട്ട എല്ലാവരും അനുഗ്രഹിക്കും. ദൈവവേല ചെയ്യുന്ന എല്ലാ കുടുംബത്തെ അനുഗ്രഹിക്കുക. താവേ, സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കും, ജോലികളില്ലാത്തവർക്ക് ജോലി കൊടുക്കുക. നാളുകളിൽ മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടുക. കർത്താവെ, തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് സമാധാനത്തിന് നാളുകളിൽ കാരണമുണ്ടാകുവാൻ ദൈവം സഹായിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും നിന്റെ കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദയതോന്നി പ്രാർത്ഥനയ്ക്ക് നല്ല പിതാവേ, ആമേൻ, ആമേൻ, സ്തോത്രം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേ, ആമേ. ഗോഡ് ബ്ലസ് യു.